ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിനെ സ്നേഹിച്ച, മാഡം തിരിച്ചു സ്നേഹിച്ച പഴയ ശാന്തിയുടെ വാക്കുകളായത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മതി തീരുമാനങ്ങളൊക്കെ. നിങ്ങൾ എന്റെ മമ്മിയെ ചതിച്ച കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൂടെ കൊണ്ടു നടന്നിട്ട് അവസാനം എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളെ കൊത്തിയെടുത്തിട്ടല്ലേ നിങ്ങൾ പോയത്? നിങ്ങളെപ്പോലത്തെ ഒരു വൃത്തികെട്ട പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടോ? മോളെ, മമ്മി മിണ്ടാതിരിക്ക. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ടാ ഇവരിങ്ങനെ കൂടെ കൂടെ കയറി ഇറങ്ങുന്നത്. ഇവരിനി മമ്മിയുടെ മനസ്സ് അസ്വസ്ഥമാക്കിയാലും ഞാൻ സഹിക്കുന്നാണോ കരുതുന്നേ? നോക്ക്, നിങ്ങൾ ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ മകള് കൃത്യമായി കണക്ക് പറഞ്ഞ് ഇവിടുന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കാശിന്റെ ബലത്തിലാ നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ജീവൻ വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം. പകരം എന്റെ മോളെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങളുടെ മോളെ ചാവാനുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന. അവള് ചാവും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ചത്ത് കഴിയുമ്പോ ആ ശവം കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്തുതരാനേ തൽക്കാലം ഞങ്ങളെ കൊണ്ട് കഴിയൂ. മമ്മി, ഇവരോ ഇവരുടെ മകളോ പറയുന്നത് കേട്ട് മനസ്സലിഞ്ഞ് തീരുമാനങ്ങളൊന്നും മാറ്റാൻ മമ്മി ശ്രമിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ മമ്മിക്ക് അറിയാലോ എന്നെ. മമ്മി പറയുന്ന പോലെ പ്രതികാരം ഇവരോട് ചെയ്യുന്നത് ഞാനായിരിക്കും. മോള് പറഞ്ഞിട്ട് പോയത് മാഡത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും അല്ലേ? ഞാൻ ഇനി കൃഷ്ണയുടെ ജീവന് വേണ്ടി യാചിക്കുന്നില്ല. പക്ഷേ സർപ്പബലി നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൃഷ്ണമോളുടെ ജീവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അതിന്റെ പേരിൽ മാഡം കണ്ണീരൊഴുക്കേണ്ടി വരും. ആ വേദനയും അതിന്റെ ശാപവും ജീവിതത്തിലുടനീളം മാഡത്തിനെ പൊള്ളിക്കും. ആയുസ് മുഴുവൻ ചെയ്തുപോയ ക്രൂരതകളൊക്കെ എണ്ണിപ്പറഞ്ഞ് ഒരു ഭ്രാന്തിയായിട്ട് നിങ്ങൾ കരഞ്ഞു നടക്കേണ്ടി വരും. എന്റെ ഉള്ളു പൊള്ളി ഞാൻ പറഞ്ഞു പോകുന്നതാ. മാഡത്തിനെ സ്നേഹിച്ച, മാഡം തിരിച്ചു സ്നേഹിച്ച പഴയ ശാന്തിയുടെ വാക്കുകളായത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മതി തീരുമാനങ്ങളൊക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പിന്നെ മാണിക്കുഞ്ഞെ, നമ്മൾ KNK ഗ്രൂപ്പുമായിട്ട് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിരുന്നില്ലേ? അതെന്നാ? അത് 17-നാണ് സർ. അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരു 1 വീക്ക് കൂടി കഴിഞ്ഞിട്ട് മതി. ഓക്കെ സർ, ഇന്ന് തന്നെ മെയിൽ ചെയ്യാം. ദെൻ 25ന് സാലറി അല്ലേ? മാനേജർ ആന്റണിയോട് പറഞ്ഞ് അത് തലേ ദിവസം തന്നെ റിലീസ് ചെയ്യണം. എന്നിട്ട് ഓഡിറ്ററിനെ അന്ന് തന്നെ ഇൻഫോം ചെയ്യണം. ചെയ്യാം സർ. ദെൻ കളക്ടറേറ്റിനടുത്ത് നടക്കുന്ന നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻസ്, അവിടെ 1-2 ചേഞ്ചസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ 4 ദിവസം കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങുന്നത്. മാണിക്കുഞ്ഞ് നേരിട്ട് പോയി ആ ചേഞ്ചസ് ഒന്ന് നോക്കിക്കോണം. അല്ല സാറേ, 5-10 ദിവസത്തേക്കുള്ള മൊത്തം കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടല്ലോ. സാർ എവിടെയെങ്കിലും പോവാണോ? ഇല്ലടോ, ചില കാര്യങ്ങള് നേരത്തെ പറഞ്ഞു വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് പോ സാറേ. മീറ്റിംഗ് മാറ്റിയത് ഓക്കെ, ശമ്പളത്തിന്റെ കാര്യം ഏൽപ്പിച്ചതും ഓക്കെ. പക്ഷേ കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ചേഞ്ച് വരുത്തുന്നത് ഇതുവരെ സാറല്ലാതെ മറ്റാരും നോക്കാറില്ല.
അതെന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാല് സത്യം പറ സാറേ, പൂജ കഴിഞ്ഞിട്ട് സാറും കാതാമടം കൂടെ എന്തോ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവല്ലേ? അങ്ങനെയൊന്നും ഇല്ലടോ മണിക്കുഞ്ഞ്. സാർ എന്നോട് കള്ളൊന്നും പറയണ്ട. എവിടേക്കാ സാറേ ട്രിപ്പ്? എടോ 41 ദിവസത്തെ പൂജ കഴിയുമ്പോ ഗാഥ ശരീരം മനസ്സുകൊണ്ടൊക്കെ ക്ഷീണിച്ചിരിക്കേ. അയാൾക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നന്നായി മോനെ. നിനക്കെന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോന്ന് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അമ്മേ, പൂജ കഴിയുന്നതോടെ എല്ലാവർക്കും സമാധാനാവും. നിങ്ങൾ സന്തോഷായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വാ. അതെ, ഓഫീസിലെ കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട. അതെല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്തോളാം. സത്യം പറഞ്ഞ ഈ പൂജയുടെ കാഠിന്യം കാണുമ്പോ ഇത് നിർത്തിക്കളഞ്ഞാലോ എന്ന് എനിക്ക് പലവട്ടം തോന്നിയതാ. പക്ഷേ മുത്തശ്ശിക്ക് വിഷമാവും. അതുകൊണ്ടാ തുടരുന്നത്. കഥ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അമ്മേ. തീർച്ചയായും പൂജയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നല്ല, ആ കുട്ടി എല്ലാത്തിനോടും പെട്ടെന്ന് പൊരുത്തപ്പെടും. മുത്തശ്ശിയുടെയും അച്ഛന്റെയും ഒക്കെ മനസ്സിൽ അവളെ കുറിച്ച് ഇപ്പൊ നല്ല ചിത്രം മാത്രമേ ഉള്ളൂ. എന്തായാലും പൂജ ഒന്ന് കഴിയട്ടെ. പഴയതുപോലെ പൂജയ്ക്ക് നിൽക്കണമെന്നും പറഞ്ഞ് എന്നെ ആരും നിർബന്ധിക്കൊന്നും വേണ്ട. ഞാനും ഉണ്ടാവും. അത് പിന്നെ കാതാമാടാൻ പൂജ ചെയ്യുന്നിടത്തൊന്നും പോകാതെ സാർ അവിടുന്ന് പോവോ? അല്ലേ? ഈ കുടുംബത്തിന് വേണ്ടി ഗാഥ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ പ്രതിഫലം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുമില്ലമ്മേ. ഈ കുടുംബത്തിന് അവള് തരുന്നത് സ്നേഹമാ. അതേ സ്നേഹം നീ അവൾക്ക് തിരിച്ചു കൊടുത്താ മതി. എന്നാ പിന്നെ കടം വരില്ല, അല്ലേ അമ്മേ? സാറിനിപ്പോ ഗാഥാമാടത്തുള്ള സ്നേഹം അത്രയ്ക്കല്ലേ? അല്ലേ സാറേ? സർപ്പബലി നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൃഷ്ണമോളുടെ ജീവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ച അതിന്റെ പേരിൽ മാഡം കണ്ണീരൊഴുക്കേണ്ടി വരും. മാഡത്തിനെ സ്നേഹിച്ച, മാഡം തിരിച്ചു സ്നേഹിച്ച ആ പഴയ ശാന്തിയുടെ വാക്കുകളായത്. മാം, ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കിപ്പോ വേണ്ട സിനി. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമിന്റെ മനസ്സില്. കൃഷ്ണയെക്കുറിച്ച് ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞപ്പോഴൊക്കെ മാം അത് ഇഷ്ടപ്പെടാതെ തള്ളിക്കളഞ്ഞു. പക്ഷെ മാം ഒന്ന് ആലോചിച്ച് നോക്കി, ഇക്കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ തയ്യാറാവൂ? എനിക്ക് ജീവിക്കണ്ട, പകരം എന്റെ അമ്മ ജീവിച്ചാ മതിയെന്ന് പറയുന്ന എത്ര പെൺകുട്ടികളുണ്ടാവും നമ്മുടെ ഈ ലോകത്ത്?